നമസ്കാരം, ബസീറ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിവിടെ കൊടപ്പൻ തോരൻ ഉണ്ടാക്കാം. ആദ്യമായി കൊടപ്പൻ്റെ പോളകൾ മാറ്റുക. ഇത് കളയേണ്ട, താൽക്കാലിക സെർവിങ് ബൗളുകളായിട്ട് ഉപയോഗിക്കാം. പോളകളുടെ ഇടയിലുള്ള പൂക്കളും ഉപയോഗിക്കാം. കൊടപ്പനോ പൂക്കളോ ഒന്നും കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ അരിഞ്ഞ് ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാനാണ് പോണത്. ഇതിൽ വെള്ളം ഉപയോഗിക്കുന്നേ ഇല്ല. മഞ്ഞ ഭാഗം കാണുന്നത് വരെ പോളകൾ മാറ്റുക. ഇത് എല്ലാം ഉള്ളിയിലത്തെ ഭാഗമാണ്, എന്തിനാ കഴുകുന്നത്? ഇനി കൊത്തിയരിയണം. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, പലക, കത്തി, കൈ എല്ലാം വൃത്തിയായിരിക്കണം. കഴുകിയെടുക്കാത്തത് കൊണ്ട് കൈ സൂക്ഷിക്കണം. പലകേമ വെച്ചും അരിഞ്ഞെടുക്കാം. നടുഭാഗം കട്ടിയാണെങ്കിൽ താഴെ ചെരിച്ച് കൊത്തി അരിയണം. കട്ടിയുള്ള ഭാഗം കളയാം. എണ്ണയുള്ള കൈകൾ വെച്ച് തിരുമ്മി നാര് കളയാം. തടസ്സമാവുന്ന നാര് മാത്രമേ കളയുന്നുള്ളൂ. ഇത് മാറ്റി വയ്ക്കുക. ഇനി പൂക്കൾ അരിയുന്നതിന് മുമ്പ് കട്ടിയുള്ള ഭാഗങ്ങൾ മാറ്റുക. ഈ പ്രകാരം കൊടപ്പൻ കൂടുതലുണ്ടെങ്കിൽ പൂ എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായി അരിഞ്ഞ് കൊടപ്പൻ്റെ കൂടെ ചേർക്കുക. കറ നല്ല പോലെ ഉണ്ടാവും. ഒരു കല്ലുമ്മ ഉരച്ചാൽ പോയിക്കോളും. തയ്യാറാക്കേണ്ട രീതി ബോക്സിലും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചേരുവകൾ നോക്കാം. ഒതുക്കാനായി ഒരു 4-5 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, ഒരു തണ്ട് വേപ്പില. ഇത് മിക്സിയിൽ പൾസ് ചെയ്തതിന് ശേഷം 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുക. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിയും കൂടി ഒതുക്കി മാറ്റി വയ്ക്കുക. പാകം ചെയ്യുവാൻ ഉരുളിയോ നോൺ സ്റ്റിക്ക് പാനോ ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, രണ്ട് തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഉഴുന്ന് മുഴുവനോടെ ആയാലും കുഴപ്പമില്ല. ചെറിയ ബ്രൗൺ കളറാവുമ്പോൾ ഒതുക്കിയ അരപ്പ് ചേർക്കുക. ഇനി വാങ്ങുന്നവരെ തീ കുറച്ച് വയ്ക്കുക. പച്ചരസം പോവാനായിട്ട് ഒരു 1-1.5 മിനിറ്റ് ഇളക്കുക. അരിഞ്ഞു വെച്ച കൊടപ്പനും പൂവും ചേർക്കുക.
പാളയംകോടൻ്റെയോ ഏത്തവാഴയുടെയോ കുടപ്പനാണ് തോരൻ വയ്ക്കാൻ ഉപയോഗിക്കാറ്. മറ്റു വാഴകളുടെ കുടപ്പനുകൾക്ക് കയ്പോ ചവർപ്പോ ഉണ്ടാകാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കുക. കൈ എടുക്കാതെ ഒരു 8-10 മിനിറ്റ് തുറന്ന് വെച്ച് ഇളക്കിക്കൊണ്ട് ഇരിക്കുക. കുടപ്പൻ്റെ നീരിൽ വെന്തോളും. നോൺ സ്റ്റിക്ക് പാനോ ഉരുളിയോ അല്ല ഉപയോഗിക്കുന്നെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കേണ്ടി വരും. ഉപ്പും വേവും നോക്കി വാങ്ങി വയ്ക്കാം. കുടപ്പൻ തോരൻ റെഡി. ഇതിൽ നിറയെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പേർപ്പിൾ ഹെൽത്ത് എന്ന് പറയും. ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും രുചി. പോളകളും പൂവും ഇങ്ങനെ അലങ്കരിക്കാം. നന്ദി. വീണ്ടും കാണാം.